സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലുള്ള കുന്നത്തൂർ മലമുകളിലെ വനത്തിൽ മുത്തപ്പൻ മടപ്പുരകളുടെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുവപ്പന ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇന്നലെ സന്ധ്യയോടെ താഴെപ്പൊടിക്കളത്തെ ശ്രീകോവിലിൽ ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകി. തുടർന്ന് കൊല്ലൻ മുത്തപ്പന്റെ ആയുധങ്ങൾ കടഞ്ഞ് ചന്ദന് കൈമാറി. ചൂട്ടും ഭണ്ഡാരവും മുത്തപ്പന്റെ തിരുവാഭരണങ്ങളും സഹിതം അടിയാന്മാർ വാണവരെയും ചന്ദനെയും കോമരത്തെയും കോലധാരികളെയും വാദ്യക്കാരെയും കളിക്കപ്പാട്ട് പാടിക്കൊണ്ട് പാടിയിലേക്ക് ആനയിച്ചു. പാടിയിലെ വാണവരുടെ കങ്കാണിയറയുടെ തൂണിൽ കൊല്ലൻ കുത്തുവിളക്ക് സ്ഥാപിച്ചു. തുടർന്ന് കുടുപതി വിളക്കിൽ അഗ്നി പകർന്നതോടെ പാടിയിലെ ചടങ്ങുകൾ തുടങ്ങി. ഓല കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക മടപ്പുരയും അടിയന്തിരക്കാരുടെയും സ്ഥാനികരുടെയും പന്തലുകളും സജീവമായി. ആദ്യ ദിവസം മുത്തപ്പന്റെ 4 ജീവിതഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറംകാല മുത്തപ്പൻ, നാടുവാഴീശൻ ദൈവം, തിരുവപ്പന എന്നീ രൂപങ്ങൾ കെട്ടിയാടി. ഇന്നു മുതൽ വൈകിട്ട് 4-ന് ഊട്ടും വെള്ളാട്ടവും രാത്രി 9-ന് തിരുവപ്പനയും ഉണ്ടാകും. പയ്യാവൂരിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ കുടുംബമലയിലാണ് കുന്നത്തൂർപ്പാടി സ്ഥിതി ചെയ്യുന്നത്. കാടിനു നടുവിലെ തുറസായ സ്ഥലത്ത് പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. വൻമരങ്ങൾ തണൽ വിരിക്കുന്ന സ്ഥലത്ത് ഞെട്ടിപ്പനയോല കൊണ്ടുണ്ടാക്കുന്ന ശ്രീകോവിലിലാണ് ഇവിടെ ആരാധന നടത്തുന്നത്. മടപ്പുരയുടെ ഒരു വശത്ത് കല്ലും പാറ കൊണ്ടുള്ള പീഠവും ചെളി കൊണ്ട് നിർമ്മിച്ച മറ്റൊരു പീഠവുമുണ്ട്. ഉത്സവകാലത്ത് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഒഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് പറഞ്ഞാണ് മുത്തപ്പൻ ഇവിടെ കുടിയിരുന്നത്. കുന്നത്തൂർപ്പാടി ഭക്തമനസ്സുകളുടെ അഭയ കേന്ദ്രമാണ്. ധനുമാസം 2-ന് തുടങ്ങി മകരമാസം 2-നാണ് പാടിയിലെ തിരുവപ്പന മഹോത്സവം സമാപിക്കുന്നത്. എരുവേശിയിലെ അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയായ അഞ്ചര മണിക്കൽ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്ക് തിരുവൻകടവ് പുഴക്കരയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് മുത്തപ്പനായി മാറിയതെന്നാണ് ഐതിഹ്യം. കുട്ടി വളർന്നപ്പോൾ കോഴിയെയും മറ്റും പിടിച്ചുകൊണ്ടുവന്ന് കൊന്ന് അതിന്റെ മണം ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി. സഹികെട്ട അയ്യങ്കര നായനാർ പാടിക്കുറ്റിയമ്മയോട് തന്റെ വിഷമം പറഞ്ഞു.
ഇത് കേട്ടുകൊണ്ടുവന്ന മുത്തപ്പൻ അവിടെ നിന്ന് മലനാട് ലക്ഷ്യമാക്കി നടന്നു. കുന്നത്തൂർപ്പാടിയിലാണ് മുത്തപ്പൻ എത്തിയത്. അങ്ങനെയാണ് മുത്തപ്പന്റെ ആരൂഢ സ്ഥാനം കുന്നത്തൂർപ്പാടിയായി മാറിയത്. തുടർന്ന് തന്റെ മാതാപിതാക്കൾക്ക് തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്ത് അവർ മുത്തപ്പനെ നമസ്കരിച്ചു. കുന്നത്തൂർപ്പാടിയിൽ നിന്നാണ് മുത്തപ്പന്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് പുരളിമലയിലും പറശ്ശിനിക്കടവിലും പടവിലും കണ്ണപുരത്തും പുല്ലായിക്കോടി തറവാട്ടിലും അസംഖ്യം മടപ്പുരകളിലും മുത്തപ്പൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. മുത്തപ്പനെ മലയിറക്കൽ സാധാരണ കുന്നത്തൂർപ്പാടിയിൽ നിന്നാണെങ്കിൽ കുന്നത്തൂർപ്പാടിയിൽ പുരളിമലയിൽ നിന്നാണ് മുത്തപ്പനെ മലയിറക്കുന്നത്. മറ്റു മടപ്പുരകളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് കുന്നത്തൂർപ്പാടിയിൽ കെട്ടിയാടിക്കാറില്ല. എല്ലാ ദിവസവും തിരുവപ്പന ഇവിടെ കെട്ടിയാടുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്സവകാലത്ത് പാടിയിൽ എത്താറുള്ളത്. പാടിയിലും താഴെ പൊടിക്കളത്തും 24 മണിക്കൂറും ദർശന സൗകര്യമുണ്ടാകും. വാഹനത്തിലെത്തുന്നവർക്ക് വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ അന്നദാനമുണ്ടാകുമെന്ന് പാരമ്പര്യ ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു. ധനു 2 മുതൽ മാർച്ച് 2 വരെയാണ് ഉത്സവം. ഡിസംബർ 17 മുതൽ ജനുവരി 16 രാവിലെ കഴിയും. ഇവിടെ പോലീസിൻ്റെയും ഹെൽത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഫോറസ്റ്റിൻ്റെയും എല്ലാ സഹകരണവും ഗ്രീൻ ഫോട്ടോ ആണ് ഉത്സവം നടത്തുന്നത്. ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഉത്സവത്തിന് ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കൊടുക്കും. താഴെ കൊടുക്കും. ബാക്കി എല്ലാ ദിവസവും 5 മണിക്ക് ഊട്ടുമ്പഴാട്ടം, 7:30 മണിക്ക് തിരുവപ്പന ചടങ്ങ് കൊടുക്കും. പള്ളിവേട്ടയും മറ്റെല്ലാം കഴിഞ്ഞ് ഒരു 12 മണിക്ക് ദർശനം കൊടുക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് മുലം പറ്റ പകുതി ഉണ്ടാവും. പിന്നെ വെള്ളാട്ടം ഉണ്ടാവും. ഭക്തർ മുത്തപ്പന് വഴിപാടായി കള്ള്, മത്സ്യം തുടങ്ങിയവ സമർപ്പിക്കുന്നു. വിദേശ മദ്യം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസവും മറ്റു ചില ദിവസങ്ങളിലും മുത്തപ്പന്റെ മാതാവായ മൂലംപെറ്റ ഭഗവതിയെ കെട്ടിയാടും. ജനുവരി 16 അടിയാന്മാരുടെ നിഗൂഢമായ ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കും. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.